ബിഗ് ബോസ് സീസൺ 6 ലൈവിൽ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ വന്നിട്ട് ബാക്കി പണികളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഹൗസിൽ എത്തിയിരിക്കുകയാണ്. സീക്രട്ട് ഏജന്റ് പൂജ, അതേപോലെ തന്നെ സിബിൻ, അവരെ കുറിച്ചിട്ട് നമുക്ക് പിന്നീട് പറയാം. ആദ്യം വന്ന 2-3 ആൾക്കാരുടെ കയ്യിൽ കാര്യമായിട്ടുള്ള പടക്കോപ്പുകളുണ്ട്. ഈ ഒരു പടക്കോപ്പുകൾ അമിതാവേശത്തിൽ ഉപയോഗിക്കുന്ന പല ആൾക്കാരുമുണ്ട്. എന്നാൽ വളരെ കൃത്യമായിട്ട് ഗെയിമിനെ നോക്കിക്കണ്ട് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടസ്റ്റൻ്റും ഉണ്ട്. അവർ ആരൊക്കെയാണ് എന്നുള്ളതിലേക്ക് പോകാം. ആദ്യം വരുന്നത് നന്ദനയാണ്. ഗോദയിലെ ആ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് നന്ദന വരുന്നത്. ഭയങ്കരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വരവാണ്. നന്ദന ആദ്യം വന്ന് ഓടിക്കയറി ഹിൻഡ് കൊടുക്കണ പരിപാടിയിലേക്കൊന്നും കടന്നില്ല. കാരണം നന്ദനയുടെ ഉദ്ദേശം നന്ദനയ്ക്ക് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്ദന കുറച്ച് ഇത്തിരി ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ എന്നുള്ള പഴഞ്ചൊല്ല് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കും വിധം കുറച്ച് ഓവറായിട്ട് എല്ലാ ആൾക്കാരോടും പെരുമാറുന്നുണ്ട്. ആരെയും അങ്ങനെ ടാർഗറ്റ് ചെയ്യാനായിട്ടോ പ്രൊവോക്ക് ചെയ്യാനായിട്ടോ ഒന്നും ആദ്യഘട്ടത്തിൽ നിൽക്കുന്നില്ല. പിന്നെ ജിൻഡോ പോലെയുള്ള ആൾക്കാരോട് ചെറിയ രീതിയിൽ പുറത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്സരയെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഇഷ്ടമാണ് എന്നുള്ളതാണ് പറയുന്നത്. ജാൻമണി വരുന്ന ഓരോ ആളിലും തനിക്ക് കമ്പനിക്ക് ആളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നന്ദനയുമായി ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഓഫർ ചെയ്തിട്ടാണ് ജാൻമണി മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. ജാൻമണി ഋഷിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. ജാൻമണി അതിൽ വലിയ എക്സൈറ്റഡ് ആണ്. ഇതിനു മുൻപ് തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ ഗെയിമിനെ പ്രിഡിക്റ്റ് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ഹൗസിലുണ്ട്. അത് ശ്രീരേഖയാണ്. ശ്രീരേഖ രാവിലെ നോറ ഓവറായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണല്ലോ രാവിലെ മുതൽ തന്നെ. അപ്പം നോറയോടുള്ള കാര്യം പറയുന്നുണ്ട്. വൈൽഡ് കാർഡുകൾ വന്ന് തലവര മാറ്റും, ഗെയിം മൊത്തത്തിൽ മാറും. അവർ ഉണ്ടാക്കുന്ന കണ്ടന്റിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോവും. അതുകൊണ്ട് നോറ ഇപ്പോൾ പറയുന്ന കാര്യവും പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് വളരെ നൈസായിട്ട് പറയുന്നുണ്ട്. അത് ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പഴയത് എടുത്തുകൊണ്ട് വരാനായിട്ടുള്ള എന്തെങ്കിലും സ്പേസ് അവിടെ ഉണ്ടോ? അതില്ല എന്നുള്ളത് നമുക്ക് ഇവരുടെ ആ ഒരു വരവോടെ മനസ്സിലായി. നന്ദൻ അങ്ങനെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ ജാൻമണി ഓരോ ആളുകളും വരുമ്പോൾ പറയുന്ന ഒരു വെൽക്കം സെൻറ്റൻസ് ഉണ്ട്. വെൽക്കം ടു ദ മോസ്റ്റ് പോയ്സണസ് ഫാമിലിയോ അങ്ങനെ അങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തോടെ ജാൻമണിയുടെ കിളിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പുതിയ കുറച്ച് അതിഥികൾ വരുന്നതുകൊണ്ട് ജാൻമണിയുടെ ആ ഒരു നെഗറ്റിവിറ്റി കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അവരിൽ ഒരു അഭയം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പിന്നീട് കടവുളെ പോലെ എന്നൊക്കെയുള്ള പാട്ട് ഇട്ട് വരുന്നത്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറുമാണ്. അപ്പോൾ അഭിഷേക് ജയദീപ് ആൻഡ് അഭിഷേക് ശ്രീകുമാർ അകത്തേക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം മാസമായിട്ടുള്ള ഒരു ലുക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജയദീപ് ഭയങ്കര ഒറിജിനലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര കൂളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉള്ളതുപോലെ, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഐഡൻറ്റിറ്റി അതേപടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. ഇപ്പോൾ അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യം ജെന്യൂനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മസിൽ പിടിച്ചാണ് വരുന്നത്. ഗെയിം കളിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഉള്ളിൽ കുറേയധികം എന്തോ ഒരു ദേഷ്യമൊക്കെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഉള്ളിൽ കുറേയധികം എന്തോ പുകയുന്നുണ്ടോ വല്ലാതെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ എല്ലാവിധ ദേഷ്യത്തോടെയുമാണ് അഭിഷേക് ശ്രീകുമാർ വരുന്നത്. വരുമ്പം തൊട്ട് തന്നെ കയ്യിലുള്ളതെല്ലാം എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ്. ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നു, ഋഷിയെ ചേർത്ത് നിർത്തുന്നു. ഋഷിയെ ചേർത്ത് നിർത്തി നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 2 സാധ്യതയുണ്ട്. ഒന്ന്, ആൾ ഭയങ്കര നെർവസാണ്. അത് സ്വാഭാവികമാണ്, ഇത്ര വലിയൊരു വേദിയല്ല. അപ്പോൾ ആ ഒരു നെർവസ് ആയ സിറ്റുവേഷൻ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഋഷിയെ ഒന്ന് താങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഋഷിക്കിട്ട് താങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഋഷി ഹിൻഡല്ലേ, വെറുതെ കളയണ്ട, കേട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അഭിഷേക് ശ്രീകുമാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എസ് ആൻഡ് എജെ എന്ന് വിളിക്കാനായിട്ടാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് താല്പര്യപ്പെടുന്നത്. കാരണം 2 ആളുകൾക്കും ഒരു നെയിമാണല്ലോ. എന്താ ഋഷി ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്നുള്ളൊരു ചോദ്യത്തോടെയാണ് ശ്രീകുമാർ ഋഷിയിലേക്ക് കടന്നു കയറാനായിട്ട് ശ്രമിക്കുന്നത്. അഭിഷേക് ജയദീപ് വന്നപ്പോൾ തന്നെ നേരെ ജാൻമണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യമൊക്കെ ഒന്ന് ഉയർത്തി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ജയദീപ് കാണിച്ച ഒരു വലിയ മര്യാദയുണ്ട്. ഞാൻ സർനെയിം പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വഴിയെ ശരിയാക്കാം. അപ്പോൾ അഭിഷേക് എജെ പറയുന്ന ഒരു കാര്യമുണ്ട്. എജെ നൈസായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ജെൻഡർ കാർഡിൻ്റെ കാര്യം, അതൊരു വലിയ ഗെയിമായിട്ട്, ഒരു നെഗറ്റീവ് ഗെയിമായിട്ടൊന്നും എടുക്കാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അത് വളരെ നൈസായിട്ട് ജാൻമണിയോട് വന്നപ്പോൾ തന്നെ അഭിഷേക് ജയദീപ് എജെ പറഞ്ഞു ജെൻഡർ കാർഡ് ഇറക്കുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് ജാൻമണി അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ 2 കൂടെ ഹഗ് ചെയ്തു. എന്നിട്ടത് ഭയങ്കര കൂളായിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതേപോലെ വന്നപ്പോൾ തന്നെ എസുമായിട്ട് എജെ ഒന്ന് ചെറിയ രീതിയിൽ കോർത്തു. എസ് ഒന്നിരുന്നു. അതേപോലെ എജെ വന്നപ്പോൾ തന്നെ ജാൻമണിയോടും ഋഷിയോടും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു, മറ്റവൻ ഹോമോഫോബിക്കാണ്, അവൻ മറ്റേ സ്ത്രീകളെയൊക്കെ അടിച്ചമർത്തുന്ന കണ്ടന്റ് ഇടുന്ന ആളാണ്, ഉള്ളതാണ്. മറ്റേ മെനിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ആൺമേൽക്കോയ്മ ആഗ്രഹിക്കുന്ന ആളുകൾ.
അപ്പോൾ അവർ പറയുന്നത് ഫെമിനിസം പെൺ മേൽക്കോയ്മയാണ്, അതുകൊണ്ട് ഞങ്ങൾ ആൺ മേൽക്കോയ്മ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ബേസിക് ഐഡിയ ഇല്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടിയാണ് ഈ മറ്റേ ആൽഫ മുയൽ പരിപാടി ഒക്കെ. നമുക്ക് ഈ എന്നാ പറയുന്നത്, ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രായപൂർത്തിയാവുമല്ലോ ആൺകുട്ടികൾക്ക്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഒരു 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 ഇത് കിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വിട്ടുമാറാത്ത കുട്ടികളുടെ ഒരു സംഘമാണ്. അപ്പോൾ ആ ഒരു സംഘത്തിൻ്റെ തലവനാണ് എന്നുള്ളതൊക്കെ അവർ കറക്റ്റായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാൻമണി അപ്പോഴത്തേന് ഭയങ്കര ആക്റ്റീവായി. ജാൻമണി പറയുകയാണ്, നമ്മൾ ഇറങ്ങും, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാൻമണി വന്നപ്പോൾ തന്നെ ഈ എസിനെ നോട്ട് ചെയ്തു. അപ്പോൾ എസിന് ഒരു പേരൊക്കെ ജാൻമണി ഇടുന്നുണ്ട്, മറ്റേ ഷെയ്ക്കോ എന്ന്. കാരണം അവൻ കുലുക്കി തത്തത്ത ആണ് എന്നുള്ളതാണ് ജാൻമണി പറയുന്നത്. കാരണം അവൻ എപ്പോഴും ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പുള്ളി നെർവസ് ആയതുകൊണ്ടായിരിക്കാം. എജെനെ അബി എന്ന് വിളിക്കുന്നുണ്ട്, മറ്റവനെ ഷെയ്ക്കോ അങ്ങനെ എങ്ങാണ്ടുള്ളൊരു പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അൻസിബ, ഋഷി, ജാൻമണി അവർ ചേർന്ന് നിന്നിട്ട് ഈ രണ്ടാൾക്കാരെ ഒന്ന് വീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ അഭിഷേക് ശ്രീകുമാർ വന്നപ്പോൾ തന്നെ ഓരോ ആൾക്കാരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക് അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് പറയുന്നു, വാഴക്കൃഷിയാണ് ഇവിടെ, അതേപോലെ തന്നെ തെങ്ങ് കൃഷിയുണ്ടോ എന്നുള്ളത് അർജുനെ നോക്കിയിട്ട് ചോദിക്കുന്നു. അർജുൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാന്ന് ചോദിക്കുന്നു. ഇപ്പോൾ കോംബോകൾ ഏത് എന്ന് ചോദിക്കുന്നു. ജബ്രി കോംബോയാണ് ഹിറ്റ് എന്ന് പറയുന്നു. ജിൻഡോ ഒത്തിരിയധികം കള്ളത്തരങ്ങൾ പറയുന്ന ഒരാളാണ് എന്ന് പറയുന്നു. ആദ്യ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന സപ്പോർട്ട് മുഴുവൻ ജിൻഡോ കൊണ്ടേ കളഞ്ഞു എന്നുള്ളത് ജിൻഡോയോട് പറയുന്നു. ശ്രീതു ഭയങ്കര ക്യൂട്ടാണ്, കുറേയധികം ഫാൻസ് ശ്രീതുവിനുണ്ട് എന്ന് അഭിഷേക് ജയദീപ് പറയുന്ന സമയത്ത് ഹേറ്റേഴ്സും ഉണ്ട് എന്ന് മറ്റേ അഭിഷേക് ശ്രീകുമാർ പറയുന്നു. അപ്പം ഇതിങ്ങനെ ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എസ് ചോദിക്കുന്നുണ്ട്, റസ്മിൻ്റെ തല അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. അപ്പം എന്നിട്ട് ആ ഒരു വേർഡ് മ്യൂട്ട് ചെയ്തു. അപ്പം ചെറിയ രീതിയിൽ ഉള്ള ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ റസ്മിൻ ആരുടെയോ കസ്റ്റഡിയിലാണ് എന്നുള്ള ഒരു അപ്രോച്ചാണ്. അതിനുശേഷം അഭിഷേക് ജയദീപും നന്ദനയും കൂടെ കൂടി നമ്മുടെ ജബ്രി കോംബോനെ ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ എസ് ഒരു അപ്തവാക്യം അങ്ങോട്ട് പറഞ്ഞു, എവറി ലവ് ഈസ് നോട്ട് എ ലവ് എന്ന് എസ് ഒരു അപ്തവാക്യം പറഞ്ഞു. അപ്പോഴത്തേനും ഏജ് ചോദിച്ചു, ആര് പറഞ്ഞു ഇതൊക്കെ, ആരാ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോഴത്തേനും എസിനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഏജ് അവിടെ സ്കോർ ചെയ്തു. അപ്പം ആൾക്കാർക്ക് മനസ്സിലായി ഇവർ കോർക്കും എന്നുള്ളത്. അപ്പം എജയെ നോട്ടം ഇട്ടിട്ടാണ് വന്നത്. എജയ്ക്ക് അറിയില്ലായിരുന്നു എസ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം എജയ്ക്ക് ഇവൻ്റെ പ്രൊഫൈൽ മനസ്സിലായപ്പോഴത്തേന് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഒരു പ്രിക്കോഷൻ എടുക്കുന്ന പോലെയുള്ള ഒരു സാധനം എജെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എസ് പ്ലിങ് ആയി. പക്ഷേ അതിനുശേഷം നന്ദനെ ഒരു ക്രിഞ്ച് കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടിനെയും കൂടെ എന്തോ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം എജെ പറയുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അല്ലാതെ ഇവിടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഓക്കെ, അവർ കൈ കൊടുക്കുന്നുണ്ട്. ഇവിടെ എജയുടെ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. കാരണം എജെ വളരെ നൈസായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ ആ ഒരു കമൻറ്റിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെയിമിൽ നിന്ന് അതിനെ മാറ്റി നിർത്താൻ വേണ്ടിയാണ്. അത് വേറെ സംഭവം, നമുക്ക് കൂടുതൽ അറിയത്തില്ലാത്തൊരു സംഭവം. അപ്പോൾ അത് മോശമാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് എജെ നന്നായിട്ട് ബിഹേവ് ചെയ്തു. അപ്പം എസ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഇൻസെക്യൂരിറ്റികളൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് കാണിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നാളെ കുറച്ചും കൂടെ നോർമൽ ആവുമായിരിക്കും. കാരണം അത്രയധികം മനുഷ്യന്മാരുമായിട്ടൊക്കെ ഇടപെടുന്ന സമയത്ത്, മറ്റേത് മനുഷ്യന്മാരുടെ ഐഡിയോളജി അല്ലല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇടപെടുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. കാരണം ഹൗസിൽ എല്ലാ ആൾക്കാരും, അഭിഷേക് ശ്രീകുമാർ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ മറ്റേ ഇസിമുള്ള ഐഡിയോളജി എന്നൊക്കെ പറയുന്നത് എന്തു സംഭവമാണ്, മറ്റേ ഇതാണ്, ഞങ്ങൾ ആണുങ്ങളാണ്, ഞങ്ങൾ ഡാഡീസ് ബോയ്സ് ആണ് എന്നുള്ളത്. അപ്പം അഭിഷേകിനെ പോലെ പ്രിവിലേജ് ഇല്ലാത്ത ആളുകളെ അവർ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അഭിഷേകിൻ്റെ ഡാഡി അഭിഷേകിന് ബിസിനസ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് അവൻ ആ ബിസിനസ്സും ചെയ്ത് 24/7 ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ഇപ്പം ബാക്കിയുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഏത് മൈനോറിറ്റി ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ വേണ്ട, അങ്ങനെയുള്ള ഒരു ഐഡിയോളജിയാണ് ഇവരുടെ ഐഡിയോളജി. കാശും ഡാഡീസ് ബോയ് ആയിട്ടുള്ള ആണുങ്ങളുടെ ഐഡിയോളജി പിന്തുടർന്ന് നമുക്ക് ഹൗസിലേക്ക് വരുമ്പോഴത്തേനുള്ള ഇൻസെക്യൂരിറ്റികൾ വരും ദിവസങ്ങളിലെ ചിരി ഉണർത്തുന്ന സംഭവങ്ങളായിരിക്കും. നമുക്ക് നോക്കിയിരിക്കാം. നന്ദി.